ഇതാണ് ഷിംലയുടെ നൈറ്റ് വ്യൂ. ഒരു രക്ഷയില്ല അല്ലേ? ഒരു കാരാഗട്ടെന്നോ അങ്ങനെന്തോ ഒരു വെറി നമ്മുടെ എന്നാ പറയുക, ചുരം റോഡിന് ഗട്ട് റോഡ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ചുരം റോഡിന് ഗട്ട് റോഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ നല്ലൊരു ചുരം, ഒടുക്കത്തെ ലുക്കാണ്. ഇവിടെ അങ്ങ് മുകളിൽ കണ്ടോ ഒരു മരങ്ങൾ, ഈ മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ള മരങ്ങളെ പോലത്തെ കുറേ മരങ്ങളുണ്ട്. അതും കണ്ട് അടിപൊളി ചുരം അല്ലേ? അതിനിടയ്ക്ക് ഒരു പമ്പും കണ്ടോ. താഴെ നിന്നൊക്കെ വണ്ടികൾ, ടൂറിസ്റ്റ് വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റോഡാട്ടോ. ഇടയ്ക്ക് ചെറിയ കട്ടറുണ്ട്. അത് ഈ നമ്മുടെ റോഡുകളുടെ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉള്ള ഏരിയ ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കണം. HP ടൂറിസ്റ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ലാഷ് പെർമിറ്റുണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ, ഈ മലയിൽ ഇങ്ങനെ മരങ്ങൾ, അത് നല്ലൊരു ഷേപ്പ്. നമുക്ക് ആ വഴി വളഞ്ഞ് അങ്ങനെയാണ് നമുക്ക് പോകേണ്ടതെന്ന് തോന്നുന്നു. റോഡ് ഇതുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് നല്ല വ്യൂ ഉള്ള തുരങ്കമാണ്. ആ തുരങ്കമല്ല, ടണൽ. ടണലും പോട്ടെ, അതിനോട് പറയാ ചുരം. ടണൽ കണ്ട് 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 മൊത്തം ടണൽ എന്നുള്ള ഇതായി. നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം ടണലല്ലായിരുന്നു, പുതിയ വഴിക്ക്. അപ്പോൾ അതെല്ലാം ടണലിൻ്റെ വ്യൂ ആയി. അപ്പോൾ എന്തായാലും ഒരു സമയം 12:50 ആയിട്ടുണ്ട്. അത്യാവശ്യം റോഡ് തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല, ഇറങ്ങിയ പാടെങ്കിൽ വിട്ടതായിരുന്നു. പിന്നെ ഗൂഗിൾ ആ വഴി കാണിച്ചു തന്നതുകൊണ്ട് നമുക്ക് വേറെ കഴിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഒരുമിച്ച് കഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് എന്തായാലും താഴത്തെ റോഡിലേക്ക് കാഴ്ചകളിലേക്ക് ഇറങ്ങാം. ഈ ചുരം നമ്മൾ ഇറങ്ങി താഴെ എത്തുന്നത് ഷിംലയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞങ്ങളിങ്ങനെ ആ ചുരം കയറി മുകളിലെത്തി അല്ലേ? നാഷണൽ ഹൈവേ 205 അതിൻ്റെ ബോർഡാണ് കിടന്നുകൊണ്ട്. അടിപൊളി റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി മലയുടെ ഇടയിൽ കൂടി കല്ലൊക്കെ വെട്ടി നോക്കി വണ്ടി പോകുന്നുണ്ടോ? ബലാനോ അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മുടെ KSRTC വരണം അല്ലേ? പൊളിയായിരിക്കും. ഇവിടെ ആ KSRTCയുടെ കളറിൽ, ആ കളറിൽ ഇവിടെ വണ്ടി വരണം. താഴെ കണ്ടോ, താഴെക്കൂടെ ഒക്കെ വഴിയാണ്. നമ്മൾ താഴെക്കൂടെയൊക്കെ ഉള്ള ഒരു ചെറിയ ഗ്രാമങ്ങളിലേക്കൊക്കെ ഉള്ള വഴികളാണ്. ഞങ്ങളിത് ഇവിടെ ഒരു കടയിൽ, ഇവിടെയൊക്കെ ഈ ലേസും, എടാ ഈ നമ്മുടെ ആ പാക്കറ്റിലാണ് ഈ കാണുന്നത്, ആ സെയിം കമ്പനി അല്ലേ? ഈ കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല. ഇവരുടെ ടേസ്റ്റ് സാധനമായിരിക്കും. പോപ്കോൺ, നമ്മുടെ കടല, അങ്ങനത്തെ എന്തുകൊണ്ടോ ഈ കടല. എടാ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ മിക്സർ അല്ലേ? ഈ മിക്സർ, ഈ സാധനങ്ങളൊക്കെ ഇത് ഇവരുടെ സ്പെഷ്യലാണ് അല്ലേ? നമുക്ക് ഉല്ലാസ് തന്നെ ആ സാധനത്തിലും സെയിം ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാലോ? അവരെ തന്നെ അനീഷിന് അതൊന്നും മേടിച്ച് പൊട്ടിക്കണമെന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. അവിടെ മറ്റേ കടലുണ്ടോ അവിടെ വലുതുണ്ട്. ഇതാ ഉള്ളിൽ ഇതുണ്ട്. ഇത് മൊത്തം അങ്ങനെ സാധനങ്ങളാണ്. ഇത് ഉള്ളിലിരിക്കുന്നതാ, ആ ടേസ്റ്റ് ചെയ്യാം. അതവൻ പൊട്ടിക്കുന്നുണ്ട്. ആ സാധനം അവൻ പൊട്ടിച്ച് നോക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അല്ലേ? ആ നമ്മുടെ നാട്ടിലെ മിക്സർ അല്ലേ? എങ്ങനെയാണ് ടേസ്റ്റ്? ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഇരുപതൊന്നുമില്ല. ഒരു ചെറിയ പൊടി പണ്ടത്തെ ഓക്കെ ആ ഒരു ടേസ്റ്റ്. ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ആ ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ മിച്ചർ കേട്ടോ. മിച്ചർ തന്നെ എന്തോ കടലുണ്ട്, എല്ലാം ആണ്. ഇതിൻ്റെ പേരെന്നാ നവരത്നം എന്തോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇറങ്ങി. അപ്പോൾ നമ്മൾ ഷിംലയ്ക്ക് ഒരു 30 കിലോമീറ്റർ താഴെ ദൂരം ഉള്ളൂ എന്നാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു അടിപൊളി റോഡ് കണ്ടല്ലേ? ഇത് കണ്ടോ, നല്ല റോഡ് വളഞ്ഞ് വളഞ്ഞ് കയറി പോകുന്നത്. അത് നെഹ്റ എന്ന സ്ഥലപ്പേര്. ഞങ്ങൾ വണ്ടി തിരിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് ഷിംലയ്ക്ക് വരുന്ന റോഡിൽ നിന്ന് തിരിച്ച് ആ റൂട്ട് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നതാണ്. ആ റൂട്ടിൽ കുറച്ച് ദൂരം ഒന്ന് വേണേൽ പോയി നോക്കാം അല്ലേ? ആ റോഡിൻ്റെ ഫോറസ്റ്റാന്ന് തോന്നുന്നു. ഒരു ലുക്ക് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ? അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് ആ റൂട്ട് കയറി നോക്കും. എന്തായാലും ഗൂഗിളൊക്കെ മാപ്പൊക്കെ ഉണ്ടല്ലോ, തിരിച്ചു വരാമല്ലോ. ഒരു 100 മീറ്റർ അല്ലെ 200 മീറ്റർ അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരും. ഇതൊക്കെ ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ റൂട്ട് വരെ ഒന്ന് ഇതാണ് ആ റോഡ്. പിന്നെ ആ റോഡിലേക്ക് ഒന്ന് പോയിട്ട് വരാം.
ഞങ്ങളിതാ ഷിംലയിലെത്തി ഒരു റൂം എടുത്തു. അപ്പോൾ അനീഷ ഇവിടെ ക്യാമറയുടെ ചെറിയ മൗണ്ടിൻ്റെ ചെറിയ സെറ്റപ്പ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി റൂമൊക്കെ ആണ് അല്ലടാ, കുഴപ്പമില്ലാത്ത റൂമിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ ഒരു ടണൽ പോലത്തെ വഴിയല്ലേ, അണ്ടർ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാസ്ക് നിർബന്ധം. പിന്നെ ഹോസ്പിറ്റലിൽ കയറുന്ന 8 മണിക്ക് കർഫ്യൂ തുടങ്ങുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചുപോക്കിൽ ചെറിയ ഇഷ്യൂ ഉണ്ടല്ലേ, റിട്ടേൺ പോക്കിൽ പല സ്ഥലങ്ങളിലും കർഫ്യൂ ആവുന്നു. നമ്മൾ ജയ്പൂർ വഴി പോയിട്ട് ഒരു സുഹൃത്തിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലൊക്കെ കോവിഡിൻ്റെ കേസ് കൂടുതലുള്ള കാരണം പ്രശ്നമാണ്. പിന്നെ ഡൽഹി പോകണമെന്നുണ്ടായിരുന്നു, ഡൽഹിയിൽ കോവിഡ് കേസുകൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കി അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഈ ടൗൺ ഒന്ന് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എങ്ങനെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. രാത്രി മിക്കവാറും നല്ല ഒരു കാഴ്ച കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് റൂമിന് ഏറ്റവും കുരങ്ങന്മാരാണ്. വണ്ടി രാവിലെ വണ്ടിയൊക്കെ ഇട്ടേക്കുന്ന ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നാണ് പറയാൻ പറ്റില്ല. ഇവിടുന്ന് കണ്ടോ നല്ല വാലിയുടെ വ്യൂ നല്ലപോലെ കിട്ടുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. മാസ്ക് വെക്ക്. ഇതാട്ടോ ഞങ്ങളെടുത്ത റൂം. ഞങ്ങൾ ടൗൺ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതുകൊണ്ട് ഇതാണ് ഹോട്ടലിലേക്കുള്ള വഴി. ഇവിടുന്ന് നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മളും എഞ്ചിനും തവിട് പൊടി. അതാണ് അവസ്ഥ. കണ്ടോ ഇതുവഴി കാറൊക്കെ ഇറങ്ങി വരുന്നത്. പൊന്നെ സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ റൂം എന്ന് പറഞ്ഞ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ ഇതിനടി കയറാൻ പറഞ്ഞ പേടിപ്പിച്ചു. ഇതുണ്ടോ ഇതാ നമ്മൾ പോകുന്ന മെയിൻ റോഡ്, മോളിൽ കൂടി പോകുന്നത്. ഈ ഹൈവേയുടെ സൈഡ് ഇവിടെ നോക്കുമ്പോൾ പലാകഷ്ണം വെച്ച് അടിച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ, തട്ടടിച്ചേക്കുന്ന പോലെ. ഇവിടെ എന്തോ മരത്തിൻ്റെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഫുൾ പൈൻ മരം. കൊണ്ടുപോകാൻ ക്രിസ്മസിന് ഇച്ചിരി ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. നമ്മൾ ചെല്ലുമ്പോഴേക്കും ക്രിസ്മസ് ആകുമോ? പക്ഷെ പറഞ്ഞില്ലേ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും വേഗം റിട്ടേൺ പോകാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം വേഗത്തിൽ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീണ്ടും ഒരു തുരങ്കം കണ്ടിരിക്കുന്നു. ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങൾ റൂമിലേക്ക് ഇറങ്ങുന്നത്, റൂമിലോട്ടുള്ള എൻട്രൻസ്. എന്നാലും നോക്കിയാൽ നിങ്ങൾ ഈ വഴി ഇതുണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ കമ്പിയൊന്നും അങ്ങനെ താവട്ട് പോയിട്ട് പിന്നെ പോയത് തന്നെ. ഇതോടെയൊക്കെ കാറൊക്കെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് അയാൾ റൂം ഉണ്ടെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു, വഴി കാണിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇപ്പം ഞങ്ങൾ ഷിംല ലോവർ ബസാറിലാണുള്ളത്. ഇവിടെ ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആളും കച്ചവട സാധനങ്ങൾ കൊണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ കിട്ടാത്ത സാധനമില്ല കേട്ടോ. വൈകുന്നേരം ഉണ്ടോ നല്ല തിരക്കല്ലേ. ഷൂവിൻ്റെ ഒക്കെ ഒരു ഫുള്ള ഏരിയ. ഇവിടെ ഏരിയ മുള്ള ഷൂവിൻ്റെ ആണെന്നല്ലേ. ലോവർ ബസാർ ഷിംല. ഇവിടെ നിന്നൊക്കെ പൈസ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ മടുക്കും. അതാണ് അവസ്ഥ. എല്ലാത്തിനും റേറ്റ് കുറവാണ് ഡ്രസ്സിനും കാര്യത്തിനും. നമുക്ക് ഇത് കൂട്ടൊരു ഷീറ്റ് വാങ്ങണ്ടേ തിരിച്ചു വരുമ്പോൾ, അതുകൂടെ ഒരു ഷീറ്റ് വാങ്ങണ്ടേ തിരിച്ചു വരുമ്പോൾ. ഇതുണ്ടോ ജാക്കറ്റിനും ഇതിനൊക്കെ റേറ്റ് കണ്ടോ, 800. ഇത് ക്രാക്കഡ് ജീൻസിനൊക്കെ 800 രൂപയേ ഉള്ളൂ. ഈ ഏരിയ കൂടുതലും ഷൂവിൻ്റെ ഏരിയ ആണെന്നല്ലേ. അതുകൊണ്ട് മൊത്തം ഷൂവിൻ്റെ കട. സൈഡ് കൊടുക്ക. ഇവിടെ കുറേ നേരമായില്ലേ നടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട്. നമുക്ക് കണ്ടോ 200 രൂപയുടെയൊക്കെ ഷൂ, പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള സാധനങ്ങൾ. നമ്മളെപ്പോലെ ദാരിദ്ര്യവാസിറ്റിപ്പ് അല്ലാതെ വലിയ ട്രിപ്പ് ഉദ്ദേശിച്ച് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് സാധനം വാങ്ങി പോവാം. ഇതേ എൻ്റെ ഒപ്പം എൻ്റെ കൊട. ഇവിടെയൊക്കെ നോക്കി ചെരുപ്പിൻ്റെ കളിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സിൻ്റെ കടയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള്. എന്നാ വേണ്ടതെന്നുള്ളത് ചോദിച്ചാലേ ഉപ്പ് തൊട്ട് കർപ്പൂരം പച്ചക്കറി മുതൽ എന്ത് സാധനം വേണേലും ഇവിടെ. ടൗൺ ഇരുട്ടായി തുടങ്ങിയിട്ടില്ലേ, 6 മണി ആകുന്നതേ ഉള്ളൂ. ഇവിടെ 8 മണിയായി കഴിഞ്ഞാൽ കർഫ്യൂ ആണ്, ലോക്ക്ഡൗൺ ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയല്ലേ.
ആദ്യമായിട്ട് നമ്മൾ വന്നിട്ട് അതെ അതെ ഒരു സ്ഥലത്ത് നേരത്തെ പൊട്ടും. പക്ഷെ ഇവിടെ ഫുൾ ക്രൗഡഡാണ്. ഞങ്ങൾ രണ്ടും നടന്ന് മടുത്തു ശരിക്കും പറഞ്ഞാലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും നടന്നങ്ങ് മടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോയാലോ എന്നുള്ള പ്ലാനിലാണുള്ളത്. കുറേ നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫുഡ് വേണമെങ്കിൽ ഫുഡ്. ഇത് മറ്റേ കമ്പിളി പോപ്പിൻ്റെ നൂലാന്ന് തോന്നല്ലേ. ഉഫ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നോക്കി ഒരാൾ വിൽക്കുന്നത് നമ്മുടെ ഇന്നറാന്ന് തോന്നല്ലേ. നമ്മളവിടുന്ന് 300 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇവിടെ 100 രൂപയ്ക്ക്. 100 റുപ്യ എന്നാ പുള്ളി വിളിച്ചു പറഞ്ഞത്. ടി വി എന്നതാ ഇവിടെ ഇല്ലാത്ത. ശരിക്കും ഇവിടെ പോലീസുകാരൊക്കെ നടക്കുന്നുണ്ട്. മാസ്കിന് ഫൈനിടാൻ വേണ്ടിയാ. കഴിഞ്ഞ ദിവസം ന്യൂസ് ചാർജ് കണ്ടില്ലേ, 500 മാറ്റി 1000 ആക്കിയോണ്ട് ഇനി അവർക്ക് ചാകരയായിരിക്കും. ഫോട്ടോ ഫ്രെയിം അവർ അവരുടെ മാസ്കിൻ്റെ ഷോപ്പ്. ഇവിടെ ക്യാമറ കണ്ടിട്ട് ചങ്ങായി എന്ന് അല്ലേ. ഇതാണ് ഇഷ്ടം പോലെ പോലീസുകാരുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മ നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ 10-17 ദിവസം യാത്ര ചെയ്താൽ പോലും ഇത്രയും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇവിടുത്തെ ആൾക്കാരെ കണ്ടോ. ഇവിടെ എല്ലാവർക്കും മാസ്ക് ഉണ്ട്, പക്ഷേ സാമൂഹ്യ അകലം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഏത് മോഡൽ ഡ്രസ്സ് ഇതിനിടയ്ക്ക് മദ്യം വരെ കിട്ടും. വാവ്, എന്തൊരു മാർക്കറ്റ്. ഇവിടെ വന്നിട്ട് ഒന്നും വാങ്ങാത്ത നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കവർ ഇല്ലാത്തല്ലേ. ആ എന്താ ഫുഡ് പരിപ്പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കളർ ഇച്ചിരി മാറ്റമാണല്ലോ. മുറുക്കാൻ പീടിക. എൻ്റെ പൊന്നെ, ഒരു രക്ഷയിൽ. സ്വർണ്ണക്കട തൊട്ട് ഗോൾഡ്. അത് തന്നെ, സ്വർണ്ണക്കട, ടി വി, പച്ചക്കറി, ചട്ടുകട, ചായക്കട, തുണിക്കട, ചെരുപ്പ് കട. അങ്ങനെ ഒരു മനുഷ്യൻ എന്ത് വേണോ എല്ലാം ഇവിടെ ഉണ്ടല്ലേ. യെസ്. നമുക്കെന്തായാലും നമ്മുടെ യാത്ര ഈ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ തിരിക്കുന്നതായിരിക്കും. കുറച്ച് നമുക്ക് അപ്പുറം പോകാം. ഓ അല്ല, ഇങ്ങോട്ട് വീണ്ടും ഉണ്ട്. ഒരു കണക്ക് നോക്കി തിരിച്ചു പോകാൻ തോന്നുന്നു അല്ലേ. അത് തന്നെ. ഡ്രസ്സിൻ്റെ ഷൂ ആണോടാ. ഷൂ ഒക്കെ നമുക്ക് നോക്കി റേറ്റ് ഒക്കെ ചുമ്മാ ചോദിക്കാം. ബാഗ് ഇവിടെ ആരോൻ്റെ US പോളോൻ്റെ ഒക്കെ ബോർഡ് കാണുന്നുണ്ട്. ബ്രാൻഡ് ഐറ്റം വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഡ്രസ്സ് ഉണ്ടാവും 1500 രൂപ. ഈ ഒരു കോട്ട് നമ്മുടെ നാട്ടിൽ വാങ്ങണമെങ്കിൽ മിനിമം 3000 അതിന് എബോവ് കൊടുക്കേണ്ടി വരും. ഇത് കണ്ടോ, ഫുൾ ഡ്രസ് ഐറ്റംസ്. പൊളി കോട്ടൊക്കെ നമ്മുടെ നാട്ടിൽ പെൺപിള്ളേർക്ക് കല്യാണത്തിനൊക്കെ വേണം ഇടണമെങ്കിൽ ഇങ്ങനെ സാധനമൊക്കെ മതി. ഓ, സാരിയൊക്കെ നോക്കി ജാതി കളറ്. എല്ലാം ട്രെൻഡ്. ഈ ഒരു കമ്പിളി പോലത്തെ ഡ്രസ്സ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഒരു സ്ഥിരം, അല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ ഫാഷൻ എന്നോ. ഇത് ലേഡീസ് ഡ്രസ്സാട്ടോ. ഓഫ്, അതിൻ്റെയൊക്കെ കളർ നോക്കി. ആ റെഡ് സാരി പൊളിയല്ലേ. നമ്മുടെ നാട്ടിൽ മറ്റേ എന്താ പറയുക, വലിയ വലിയ ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ ഇട്ട് വെച്ചേക്കുന്നത്. ഇതാ ഇവിടെ കുറേ മാല, വള, അങ്ങനത്തെ ആൻറ്റിക് ഐറ്റംസ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അല്ലേ അമ്മേനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് സാരിയും തുണിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി മടുക്കും. കണ്ടെയ്നറായിട്ട് തിരിച്ചു കൊണ്ട് വെരി റേറ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറയാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു ജ്വല്ലറി കണ്ടോ. ഗൂഗിൾ പേ വരെ ഉണ്ട് കേട്ടോ. ക്യാമറയിലൂടെ എഴുതിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഷോപ്പ്. സാംസങ് അതെല്ലാം മൊബൈൽ ഷോപ്പല്ല. നമ്മുടെ ചെക്ക് പൊട്ടി ഇതൊന്ന് മാറ്റി വാങ്ങണമെന്നുണ്ട്. കണ്ട് തീരുന്നില്ല. ഇത് അങ്ങ് മോളി വരെയുണ്ട്, അവസാനിക്കാത്ത. ഇവിടെയൊക്കെ റേറ്റ് കണ്ടോ, 700, 500 ഉണ്ടോ, 500, 400. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അതെ, വെറൈറ്റി ഐറ്റംസ്. അംജി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും. നേരത്തെ റൂമിന് വേണ്ടിയായിരുന്നു, ഇപ്പോൾ സാധനത്തിന് വിളിക്കുന്നത്. ഇതെന്താ, ഡ്രൈ ഫ്രൂട്ട്സ്. ഇവിടെയൊക്കെ നമ്മുടെ ബേക്കറിയിൽ വലിയ ലൈറ്റും സെറ്റപ്പിലിട്ട് നിറച്ച് കൊണ്ട് വയ്ക്കുന്ന സാധനങ്ങൾ.
300-150 രൂപയ്ക്കുള്ളടാ. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വലിയ കടയുണ്ട്. ഇവിടുത്തെ ഹാപ്പി ബർത്ത്ഡേ ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സത്യസായി ബാബയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വെച്ചിട്ടുണ്ട്. 2 ഫ്ലെക്സ് ഉണ്ടല്ലോ താഴെ തൊട്ട്. സംഭവം ഇതിലും വലിയൊരു മാർക്കറ്റ്. അത് തന്നെ. മൊബൈൽ ഷോപ്പ്, എന്താ പറയുക, നമ്മൾ താഴെ മടുത്തു. അതന്നെ, പറഞ്ഞു മടുത്തു. ഷോപ്പുകൾ, ഇത് മെഡിക്കൽ ഷോപ്പ് മുതൽ കഷായ ഷോപ്പ് വരെ ഇവിടെ ലഭ്യമാണ്. അതിനിടയ്ക്ക് മറ്റേ വൈനും മദ്യവും വരെ കിട്ടും. അവിടെ ഏതാടാ സ്മിർനോഫിൻ്റെ കുപ്പിയൊക്കെ കാണുന്നുണ്ട്. MC സ്മിർനോഫ്. സംഭവം പൊളി. ഞങ്ങളെന്തായാലും മാർക്കറ്റിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിക്കാൻ പോവാണ്. നമുക്കെന്തായാലും തിരിച്ചു നടക്കാം. തിരിച്ച് കുറേ കാഴ്ചകളുണ്ട്, അതും കണ്ട് നമുക്ക് തിരിച്ചു നടക്കാം. മുകളിലോട്ട് അവസാനിക്കാത്ത കാഴ്ചകളാണ്. എന്നാലും നമുക്ക് തിരിച്ചു നടക്കാം. ഞങ്ങളിത് ആ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുവാണ് താഴോട്ട് അല്ലേ. കണ്ടോ, ഫുള്ള് ഷൂവിൻ്റെ ലേസ് തന്നെ ഉണ്ട്. ഒരു ലോഡ് സാധനം. അവിടെ സോക്സ് വിൽക്കുന്നു. ഇവിടെ കണ്ടോ ഓരോ കടകളും കാര്യങ്ങളും. ഇവിടെ പലഹാരങ്ങളുണ്ടാക്കുന്നു. ഇത് നല്ല ലൈവാ. ഇത് നട്ട്സ്, ഇത് കണ്ടോ, ഫുള്ള് സോക്സും കാര്യങ്ങളും. അവരുടെ ഡ്രസ്സ് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അല്ലേ. നിങ്ങൾ അതേ നമുക്ക് പറയാനുള്ളത്. പച്ചക്കറി ക്യാരറ്റ് ഒന്നുമില്ല. എടാ ക്യാരറ്റ് ഇല്ലടാ, മറ്റേ മധുരക്കിഴങ്ങ് ഇടാ. മൊബൈൽ ആവോ. ആൻറ്റിക് ഷോ, പൊട്ട്, മല, വാള, കമ്മല്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പയ്യാരുത്സവത്തിന് മാത്രമേ നമ്മളിത് ഇതിൻ്റെ ഒരു മൂല കാണുന്നുള്ളൂ അല്ലേ. അത്രയും പയ്യാരുത്സവത്തിന് വരുന്നതിൻ്റെ ഒരിത്. ഇവിടെ ഷൂവിനുണ്ട്. ഷൂവിന് അനീഷ് ഷൂ വേണം. വില ചോദിച്ചോക്കടാ. അവന് ഷൂ വേണം. അങ്ങനെ ജസ്റ്റ് കടയിൽ കയറിയിട്ടുണ്ട്. 1250 രൂപ. നല്ല റേറ്റാ. എത്രടാ? അതൊക്കെ റേറ്റ് കൂടുതലല്ലേ. എടാ എത്രടാ റേറ്റ് പറഞ്ഞേ? റേറ്റ് കൂടുതലടാ. ബാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല സാധനത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇവിടെ പ്രതീക്ഷിച്ച പോലെയല്ല. നീ 950 നിനക്ക് 700 രൂപയ്ക്ക് തരാം ലാസ്റ്റ്. 1250 പറഞ്ഞത് 700 വിചാരിക്കണമല്ലോ. ഇവിടെ പേ ചെയ്യാൻ റേറ്റ് താഴെ കണ്ടോ. താഴത്തെ 400 രൂപ, 300 രൂപ എല്ലാ ഐറ്റംസ്. ഇവിടെ ഉണ്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരെ വിൽക്കാനുണ്ട് അല്ലേ. പാത്രങ്ങളുടെ കട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പയ്യാരുത്സവത്തിന് ആ മാർക്കറ്റ് വരുന്നത് അല്ലേ. ഇതിൻ്റെ 1% അവിടെ ഇല്ല. എന്നാലും മാർക്കറ്റ് ഏകദേശം കഴിയാറായി ഇല്ലല്ലേ. താഴോട്ട് വീണ്ടും ഉണ്ട്. ഇവിടെ താഴെ നിന്നല്ലേ വന്നേ. ഉണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിച്ചപ്പ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇന്നലെ അപ്പുറം ചോദിച്ചല്ലേ, നമ്മൾ മണിക്കരണി ചോദിച്ച സാധനത്തിൻ്റെ വില ഇവിടെ എത്തുമ്പോഴേക്കും അതിനേക്കാളും എന്തോരം ഡൗൺ ആവുന്നത്. ഇവിടെ സമൂസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് മാർക്കറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ എന്തായാലും മാർക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഷിംലയുടെ നൈറ്റ് വ്യൂ. ഒരു രക്ഷയില്ല അല്ലേ. ശരിക്കും നമ്മുടെ നല്ല തെളിവുള്ളപ്പോൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന പോലെയുണ്ട് നക്ഷത്രങ്ങൾ അല്ലേ. അന്ന് മുകളിലൊരു പ്രതിമയുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊന്ന് മിസ്സായാണ് ഇവിടെ നിന്ന് കയറിയില്ലായിരുന്നെങ്കിൽ. പക്ഷേ സൂര്യാസ്തമയം നമുക്ക് കയറുന്നതിന് മുമ്പ് അതെ കഴിഞ്ഞു അല്ലേ. അങ്ങ് ദൂരെ വരെ ടൗണാണ്. നോക്ക്, എല്ലാം ഈ വണ്ടി പോകുന്നതിൻ്റെ വെളിച്ചം ഇങ്ങനെ അനങ്ങുന്ന ശരിക്കും നക്ഷത്രം മിന്നുന്ന പോലെ തന്നെയുണ്ട്. നമുക്ക് താഴത്തെ റോഡിലല്ലേ നമുക്ക് എത്തേണ്ടത്. അതല്ലേ മെയിൻ റോഡ്.
ആ റോഡിലാണ് നമുക്ക് എത്തേണ്ടത്. അതോ ഈ മെയിൻ റോഡിലാണ് എത്തേണ്ടത്? ആ റോഡ് അങ്ങനെ വളഞ്ഞു പോകുന്നതാണോ അല്ലേ? എന്തായാലും ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഷിംല, ഐ ലവ് ഷിംല. ഇത്രയും നൈറ്റ് വ്യൂ കിട്ടിയ ഒരു സ്ഥലം നമുക്കില്ലല്ലേ? ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അവിടെയൊക്കെ ചൂട് കായുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ. പൊളിച്ച്. നമുക്കിനി റൂമിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല. തപ്പി പിടിക്കണം. അതന്നെ, നോക്കിയും കണ്ടൊക്കെ പോകാം. ഹോട്ടലിന്റെ ബോർഡൊക്കെ എടുത്ത് അകത്ത് വെച്ചിരുന്നെങ്കിൽ അതന്നെ. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ ഷിംലയുടെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെ രാത്രി കാഴ്ചകളും കണ്ടു. നമുക്കിനി റൂമിലേക്ക് നടക്കണം. അതുകൊണ്ട് അധികം സമയം നമുക്കിവിടെ കളയാനില്ല. അതുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഷിംലയിലെ രാത്രി കാഴ്ചകളും കണ്ട് ഞങ്ങൾ റൂമിലേക്ക് നടക്കുക അല്ലേ? ടൗണിലെ തിരക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാവില്ല, ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും ഈ രാത്രിക്ക് ഒടുക്കത്തെ ഭംഗിയാണ്. ഷിംലയുടെ രാത്രി അല്ലേ, ഇച്ചിരി കാവ്യാത്മകമായി പറയുവാണെങ്കിൽ ഷിംലയുടെ രാത്രിയോട് അത്രമേറെ പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ശരിക്കും രാത്രിയൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ മാൾ റോഡ് മാർക്കറ്റിൽ മസ്റ്റായിട്ടും പോകണം. ഷിംലയിൽ വന്നു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യരുത്. ഒന്നും മേടിക്കാൻ പറ്റില്ല, ഒന്ന് കാണാനെങ്കിലും. അതെ, കാണാനെങ്കിലും. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. നമ്മളൊരു സാധനം വാങ്ങിയിട്ടില്ല. എന്നാലും കണ്ടിരിക്കേണ്ട മാർക്കറ്റാണ്.